അങ്ങനെ പുറത്ത് നല്ല മഴ. അപ്പോൾ നമുക്ക് അകത്തൊരു പാൽപ്പേഴ ഉണ്ടാക്കിയാലോ ചൂടോടെ. അങ്ങനെ ഒരു പാൻ വെച്ച് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം, നല്ലതുപോലെ ഇതൊന്ന് കുറുകി വരികയും വേണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇളക്കാൻ. അങ്ങനെ ഒന്ന് പകുതി ഇളക്കിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തോരം മധുരം വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഞ്ചസാര ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് പാൽപ്പൊടി ഇതിലോട്ട്. അങ്ങനെ പാലും പാൽപ്പൊടിയും നമുക്ക് നല്ല രീതിയിൽ ഇത് രണ്ടും നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. കൈ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മിക്സാക്കി കൊടുക്കാം. നല്ല രീതിക്ക് ഈ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ഒന്ന് യോജിക്കണം. ഇങ്ങനെ തിളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലിങ്ങനെ മൂക്കിലടിക്കാൻ തുടങ്ങും. അന്നേരത്തേക്ക് നല്ല രീതിക്ക് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മിൽമ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ മിൽമ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് തിളക്കുന്നതിൻ്റെ സ്മെല്ലിങ്ങനെ മൂക്കിലോട്ട് അടിച്ചു ഇങ്ങനെ കയറും. അപ്പോഴൊന്നും നിങ്ങൾ കൈവിട്ട് പോകരുത്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സാക്കി ഇളക്കി ഇതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇത് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഇത് ഒഴിച്ചത്. അങ്ങനെ നമ്മുടെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇതായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പേഡ എന്നൊക്കെ പറയാം. നല്ല അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ഒരു ഐറ്റമാണ്. അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് പേഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇതിങ്ങനെ ആകുമെന്ന്. അങ്ങനെ ഗൈസ് ഇത് സക്സസ്ഫുള്ളി ഇത് നല്ല അടിപൊളിയായിട്ട് വന്ന് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയുകയും വേണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണുന്നിടം വരെ ബായ്.